പാസ്വേഡ് നോക്കുക 3336. പാസ്വേഡ് 3336 ആണ് പാസ്വേഡ്. ഓക്കെ ഓക്കെ. ഇപ്പൊ നോക്കാം, കമ്പ്യൂട്ടറിലെ നമ്പേഴ്സിന് നമ്പർ സിസ്റ്റത്തിന് മെയിൻ ആയിട്ട് നമുക്ക് 4 ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാനാണ്. അതെന്ന് വെച്ചാൽ ഡെസിമൽ നമ്പർ സിസ്റ്റം, ബൈനറി നമ്പർ സിസ്റ്റം, ഒക്ടൽ നമ്പർ സിസ്റ്റം ആൻഡ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. ഒരു മിനിറ്റ്. പാസ്വേഡ് നോക്കാം 3336. ഓക്കെ, നോട്ടിന്റെ പാസ്വേഡ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ലിസൺ. ഡെസിമൽ, അപ്പൊ നമ്മളെ കമ്പ്യൂട്ടറിലുള്ള നമ്പർ സിസ്റ്റത്തിന്, കമ്പ്യൂട്ടറിൽ നമ്മൾ ജനറലി നമ്മൾ യൂസ് ചെയ്യുന്ന നമ്പേഴ്സിനെ, നമ്പർ സിസ്റ്റത്തിന് നമുക്ക് മെയിൻ ആയിട്ട് നാല് ടൈപ്പ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാവുന്നതാണ്. അതിൽ ഫസ്റ്റ് ഡെസിമൽ, ബൈനറി, ഒക്ടൽ, ഹെക്സാഡെസിമൽ. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇത് PSCക്ക് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും ചോദിക്കാത്ത ഒരു സെക്ഷൻ ആയതുകൊണ്ട് എന്താണെന്ന് മാത്രം നമ്മൾ പഠിക്കുന്നു. അപ്പൊ ഫസ്റ്റ് നോക്കാം ഡെസിമൽ നമ്പർ സിസ്റ്റം. ഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്പർ സിസ്റ്റത്തിനാണ് നമ്മൾ എന്തായിട്ടാണ് നമ്മൾ കാണുന്നത് വെച്ചാൽ ഡെസിമൽ നമ്പർ സിസ്റ്റം ആയിട്ടാണ് നമ്മൾ പറയുന്നത്. അതായത് ഡെസിമൽ എന്ന് പറഞ്ഞ വേർഡ് തന്നെ 10 റിലേറ്റഡ് ആയിട്ടാണ്. ഇപ്പൊ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് അല്ലെങ്കിൽ അതിന്റെ ഇപ്പൊ നമുക്ക് ഇപ്പൊ ഒരു നമ്പർ നമ്മൾ പറയുന്ന സമയത്ത് 24, 20 അങ്ങനെയല്ലേ നമ്മൾ പറയുന്നത്. 24 എന്നുള്ളതിന് 2 എന്ന് പറയുന്ന ആ ഡിജിറ്റിന് അതിന്റെ പൊസിഷനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ശരിക്കും. ഇപ്പം നമ്മൾ 2500 അങ്ങനെ പറയുന്ന സമയത്ത് 2 എന്ന് പറയുന്ന ഡിജിറ്റ് എവിടെയാണോ നിൽക്കുന്നത് ആ ഒരു പൊസിഷൻ അത് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതിന്റെ വാല്യൂ നമ്മൾ കൗണ്ട് ചെയ്യുന്നത് ആണല്ലോ. അപ്പൊ അങ്ങനെ യൂസ് ചെയ്യുന്ന നമ്പേഴ്സിനെ നമ്മൾ പൊസിഷണൽ നമ്പർ സിസ്റ്റംസ് എന്നാണ് പറയുന്നത്. നമ്മൾ എല്ലാ ഈ ഡെസിമൽ ആണെങ്കിലും ബൈനറി ആണെങ്കിലും ഒക്ടൽ ആണെങ്കിലും ഒക്കെ ആ പൊസിഷനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഒന്നുകൂടി പറയുകയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഡിജിറ്റിന്റെ വാല്യൂ എപ്പോഴാണ് അത് എക്സാക്ട് വാല്യൂ ആവുന്നത് അതിന്റെ ആ പൊസിഷനോട് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതിന്റെ കറക്റ്റ് വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പൊ നോക്കാം, ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ 10 സിമ്പിൾസ് ആണുള്ളത്. നമ്മളിപ്പോ യൂസ് ചെയ്യുന്ന നമ്പർ സിസ്റ്റത്തിൽ നമുക്കറിയാം ആകെ 10 സിമ്പിൾസ് കേട്ടോ. 10 സിമ്പിൾസ് ആണുള്ളത്. അതിന്റെ കോമ്പിനേഷൻസ് ആണ് ഈ നമ്പേഴ്സ് ആയിട്ട് ജനറേറ്റ് ആവുന്നത്. ഇതൊക്കെയാണ് 0 to 9 വരെയുള്ള നമ്പേഴ്സ് ആണ് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ ഉള്ളത്. ഇനി നോക്കാം, ദാറ്റ് നമ്പർ സിസ്റ്റം ദാറ്റ് വി യൂസ് ഇൻ അവർ ഡേ ടു ഡേ ലൈഫ്. നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന നമ്പർ സിസ്റ്റത്തിനാണ് ഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ബൈനറി നമ്പർ സിസ്റ്റം. ബൈനറി നമ്പർ സിസ്റ്റം ആണെങ്കിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അതിനെപ്പറ്റി ഓർക്കാനും പഠിക്കാനും ഉണ്ട്. നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുന്നത് ബൈനറി നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കമ്പ്യൂട്ടർ അണ്ടർസ്റ്റാൻഡബിൾ നമ്പർ സിസ്റ്റം. അല്ലെങ്കിൽ മെഷീന് മനസ്സിലാവുന്ന അല്ലെങ്കിൽ ഹാർഡ്വെയർ പാർട്സിനൊക്കെ ഡയറക്റ്റ് ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന നമ്പർ സിസ്റ്റം ആണ് ബൈനറി നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. അതിൽ 2 ഡിജിറ്റ്സോ സിമ്പിൾസോ മാത്രമേ ഉള്ളൂ, 0യും 1. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇപ്പൊ നോക്കാം, ഈ ബേസ് എന്ന് പറയുന്നത് അതിന്റെ സിമ്പിൾസിനും കൂടി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇവിടെ 10 ആണ് അതിന്റെ ബേസ് എന്ന് പറഞ്ഞാൽ 10 സിമ്പിൾസ് ഉണ്ട്. അതേപോലെ ബൈനറി നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് എന്ന് പറയുന്നത് 2 ആണ്. എന്താണ് ഈ ബേസ് എന്ന് ഉദ്ദേശിക്കുന്നത്? ആ 2ന്റെ എന്താ വെച്ചാൽ 2 എന്ന് പറയുന്ന ഡിജിറ്റിന്റെ പവർ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ എങ്ങനെയാ ഞാൻ പറയുന്നത് വെച്ചാൽ, നിങ്ങൾ ചെറിയ ക്ലാസ് നമ്മളിപ്പോ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ എങ്ങനെ പഠിക്കാം, 234 എന്ന് എഴുതുന്ന സമയത്ത് ടീച്ചർ അതിന്റെ മുകളിൽ 10ന്റെ പവർ ആയിട്ട് എഴുതാനൊക്കെ പഠിപ്പിക്കുന്നില്ലേ. 10 ഇപ്പൊ 36, 6ന്റെ മുകളിൽ 10 എന്ന് എഴുതും, പിന്നെ 3ന്റെ മുകളിലാണെങ്കിൽ 100 എന്ന് എഴുതും. അങ്ങനെ എഴുതുന്നില്ലേ? ആ ഒരു പൊസിഷൻ വാല്യൂ പറഞ്ഞ തെറ്റിപ്പോയിന്റ് കേട്ടോ. ഫസ്റ്റത്തെ 1 ഫസ്റ്റ് പൊസിഷൻ, പിന്നെ 10th പൊസിഷൻ, 100 അങ്ങനെ വരുന്നത്. അപ്പൊ അതേപോലെ തന്നെ ഈ എല്ലാ നമ്പർ സിസ്റ്റത്തിലും അതിന്റെ ബേസിന്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി അടുത്തത് ഒക്ടൽ നമ്പർ സിസ്റ്റം. ഒക്ടൽ നമ്പർ സിസ്റ്റം ആണെങ്കിൽ അതിൽ 8 സിമ്പിൾസ് ആണുള്ളത്. ഒക്ടൽ എന്ന് പറയുന്ന വേർഡ് തന്നെ നമുക്കറിയാം. അതിൽ 8 സിമ്പിൾസ് ആണ് ഉണ്ടാവുക. അപ്പൊ അതിലെ സിമ്പിൾസ് ഏതൊക്കെയാന്ന് വെച്ചാൽ 0 to 7, 0 മുതൽ 7 വരെയുള്ള ഈ സിമ്പിൾസ് യൂസ് ചെയ്തിട്ടാണ് ഏത് നമ്പേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ഒക്ടൽ നമ്പേഴ്സ് ക്രിയേറ്റ് ചെയ്യും. ഇനി അടുത്തത് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം ഇൻവോൾവ്സ് 16 സിമ്പിൾസ്. 16 സിമ്പിൾസ് ഉള്ള നമ്പർ സിസ്റ്റം ആണ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റംസ് എന്ന് പറയുന്നത്. അതിൽ 0 to 9 വരെയുള്ള നമ്പേഴ്സും പിന്നെ ABCDF വരെയുള്ള ആൽഫബറ്റ്സും ആണ് നമ്മളെ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഇത് ഒരു ബേസിക് ഒരു ഇത് മാത്രം നമുക്ക് ഇതിൽ കിട്ടിയാൽ മതി. ഡീറ്റെയിൽ ആയിട്ടൊന്നും നമുക്ക് പഠിക്കാനില്ല.
PSCക്ക് ജസ്റ്റ് ഓരോന്നിന്റെ ബേസ് ചോദിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട്. പ്രത്യേകിച്ച് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തൊക്കെ. ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് എന്ന് പറയുന്നത് 16 ആണ്. അപ്പൊ അതിൽ എത്ര സിമ്പിൾസ് ഉണ്ട് എന്ന് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് അതിന്റെ ബേസ് എന്ന് പറയുന്നത്. അതേമാതിരി ഒക്ടൽ നമ്പർ ആണെങ്കിൽ അതിന്റെ ബേസ് എന്ന് പറയുന്നത് 8 ആണ്, അല്ലെ അതിൽ സിമ്പിൾസ് 8 ആണ്. ബൈനറി ആണെങ്കിൽ അതിലെ ടോട്ടൽ സിമ്പിൾസ് 2 ആണ്, അതുകൊണ്ട് തന്നെ അതിന്റെ ബേസ് 2 ആണ്. ഡെസിമൽ നമ്പർ സിസ്റ്റം നമുക്ക് ചോദിച്ചാൽ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. അതെന്താണ്, നമ്മൾ നോർമൽ യൂസ് ചെയ്യുന്ന നമ്പർ സിസ്റ്റം ആണ് ഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഒരു ബേസിക് കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോവാണ്, കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്പർ സിസ്റ്റത്തിന്റെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ അത് മൊത്തമായിട്ടൊന്നും നമ്മളെ കേരള PSCയിൽ ചോദ്യങ്ങളായിട്ട് വരാറില്ല. അപ്പൊ അത് അത്ര ഒരു വൈഡായിട്ട് നമ്മൾ നോക്കുന്നില്ല. അപ്പൊ ജസ്റ്റ് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് അത് സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നോക്കുക, ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, in binary number system decimal number 16 is represented as. അപ്പൊ നോക്കുക, ഇത് പ്രീവിയസ് ഇയർ ചോദിച്ചൊരു ചോദ്യമാണ്. ഇതേപോലത്തെ ചോദ്യങ്ങളാണ് പലപ്പോഴായിട്ട് വരാറുള്ളത്. കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അങ്ങനെ വരാറില്ല, സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ തന്നെ വരാറുള്ളത്. അപ്പൊ നോക്കുക, ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് കണ്ടിട്ടുണ്ടാവും ഈ ക്വസ്റ്റ്യൻസ്. PSC ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ്. അപ്പൊ അധികം നമ്മൾ എങ്ങനെയെങ്കിലും ഗസ് ചെയ്തിട്ടൊന്നും എഴുതാറുണ്ട്. ഇത് ചെയ്യാൻ അറിയുന്നവർ ചെയ്തു എഴുതും, അല്ലാത്തവർ അധികം ഗസ് ചെയ്തിട്ടാണ് എഴുതുന്നത്. അപ്പൊ നോക്കാം എന്താണ് ചോദ്യം എന്ന് പറഞ്ഞാൽ, ഇൻ ബൈനറി നമ്പർ സിസ്റ്റം ഡെസിമൽ നമ്പർ 16 ഈസ് റെപ്രസെന്റഡ് ആസ്. നമ്മൾ ചോദ്യം ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ 16 എന്ന് പറയുന്ന ഡെസിമൽ നമ്പറിനെ, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന നോർമൽ ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡബിൾ ഫോർമാറ്റിലുള്ള നമ്പറിനെ ബൈനറി നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഞാൻ ഒരു ബോർഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് കുറച്ചൊരു മാത്സ് റിലേറ്റഡ് ആയതുകൊണ്ട് ബോർഡ് യൂസ് ചെയ്യാം. ജസ്റ്റ് ഒരു മിനിറ്റ്, നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് പറയണേ. ബോർഡിലേക്ക് കാണുന്നുണ്ടല്ലോ അല്ലെ? ബോർഡ് കാണുന്നുണ്ടോ? ചേച്ചി ഈ സ്ക്രീൻ ഷെയർ ഒന്ന് നിർത്തുവോ? ഓക്കെ ഓക്കെ, പോസ് ചെയ്താൽ മതി. ഇപ്പൊ സ്ക്രീനാണോ കാണുന്നത്? സ്ക്രീനാ കാണുന്നത്. സ്റ്റോപ്പ് സ്ക്രീൻ ഷെയർ എന്ന് അമർത്തിയാൽ മതി. സ്റ്റോപ്പ് സ്ക്രീൻ ഷെയറാ? ഇപ്പൊ റെഡി. അപ്പൊ നോക്കാം, നമുക്ക് 16 എന്ന് പറയുന്ന നമ്പറിന്റെയാണ് കൺവേർഷൻ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്, 16 എന്ന് പറയുന്ന നമ്പർ എഴുതാണ്. 16 എന്ന് പറയുന്ന നമ്പറിന് ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത് എന്താ, കണ്ടിന്യൂസ് ഡിവിഷൻ ബൈ 2 ആണ്. അപ്പൊ ഈ 16 എന്ന് പറയുന്ന നമ്പറിനെ നമ്മൾ ആദ്യം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 2 എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് 2 എടുത്തത്, നമുക്ക് 16 എന്ന് പറയുന്ന ഡെസിമൽ നമ്പറിനെ കൺവേർട്ട് ചെയ്യുക ചെയ്യേണ്ടത്. കൺവേർട്ട് ചെയ്തിട്ട് എന്താക്കി പറഞ്ഞാൽ ബൈനറി ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ 2 ആണ് എടുക്കുന്നത്. അപ്പം ആദ്യം നോക്കുന്നത് എങ്ങനെയാണ്, ഈ 16 16ൽ 2 എത്ര പ്രാവശ്യം പോകും നോക്കാം. അപ്പൊ നമുക്കറിയാം 8 2 ആണ് 16 അറിയാം അല്ലെ. ഇനി ഇത് മാത്രം എഴുതിയാൽ പോരാ, ഈ 8 2 16 എന്ന് എഴുതിയതിന് ശേഷം അതിന് റിമൈൻഡർ ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഈ റിമൈൻഡറിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ്. നമ്മുടെ കൺവേർഷൻ മെത്തേഡിൽ റിമൈൻഡറിനാണ് ഇമ്പോർട്ടൻസ്. ഓക്കെ, അപ്പൊ ഈ 8 2 16, അപ്പൊ നമുക്കറിയാം ഇതിൽ റിമൈൻഡർ ഒന്നുമില്ല, 0 തന്നെയാണ് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം, വീണ്ടും ഈ 8നെ 2 കൊണ്ട് തന്നെ വീണ്ടും ഡിവൈഡ് ചെയ്യാം. 2 കൊണ്ട് വീണ്ടും ഡിവൈഡ് ചെയ്യാം. അപ്പൊ 4 4 2 8. വീണ്ടും നമുക്കറിയാം റിമൈൻഡർ ഇല്ല, 0 ആണ്, റിമൈൻഡർ ഇല്ല. ഇത് വരുമ്പോ മൊത്തം റിമൈൻഡർ ഇല്ലാത്തതാണ്. ഓക്കെ, ഇനി വീണ്ടും നോക്കാം, വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 ആവുന്ന സമയത്ത് 2 2 × 2 4. ഇപ്പോഴും എന്തില്ല, റിമൈൻഡർ ഇല്ല. എഗെയിൻ നമ്മൾ എന്ത് ചെയ്യാണ്, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 × 2 വീണ്ടും 0. ഓക്കെ, അപ്പൊ നമ്മൾ ഈ മാത്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ റിമൈൻഡേഴ്സ് കുറെ എണ്ണം 0സും 1s ആയിട്ട് കിട്ടി. ഇനി നമ്മൾ ഈ നമ്പർ ഏതാണ്, നമ്മൾ ഈ 16 ഇക്വലന്റ് ആയിട്ടുള്ള ബൈനറി നമ്പറിനെ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് എഴുതുന്നത്. അപ്പൊ നമ്പർ എന്താന്ന് പറഞ്ഞാൽ 1 0 0 ബേസ് 2. ഇതാണ് 16 എന്ന് പറയുന്ന ഡെസിമൽ നമ്പറിന്റെ ഇക്വലന്റ് ആയിട്ടുള്ള, അതിന് ഇപ്പൊ ഈ ക്വസ്റ്റ്യനിൽ നമുക്കറിയാം ആ 16 എന്ന് പറയുന്ന നമ്പറിന്റെ ബൈനറി നമ്പർ ആണ് ചോദിക്കുന്നത്.
ക്ലിയർ ആയിട്ടോ? ഒരു എക്സാമ്പിളോട് നമുക്ക് ചെയ്ത് നോക്കിയാലോ? ഒറ്റ ഒരു എക്സാമ്പിളും കൂടി ചെയ്യാം. ഇതുപോലത്തെ ചോദ്യമാണ് നമുക്ക് നമ്പർ സിസ്റ്റത്തിൽ എക്സ്പെക്ട് ചെയ്യാനുള്ളത്. ഇത് കൂടുതലായിട്ട് പിന്നെ കുറച്ചുകൂടെ അതിനെ തിരിച്ചും ചെയ്യാനുള്ള കാര്യങ്ങളാണ് എപ്പോഴും എക്സാമിന് ചോദിക്കുന്നത്. ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് ഒരു 25 നമ്പർ എടുക്കാം. ഇപ്പൊ ക്വസ്റ്റ്യൻ സപ്പോസ് ഇതാണ്, കൺവേർട്ട് ദ ഡെസിമൽ നമ്പർ 25 ടു ഇറ്റ്സ് ഇക്വാലന്റ് ബൈനറി നമ്പർ. അല്ലെങ്കിൽ ബൈനറി ഈ 25ന്റെ ഇക്വാലന്റ് ആയിട്ടുള്ള ബൈനറി നമ്പർ ഏതാണെന്നാണ് ചോദ്യം. നമ്മൾ സപ്പോസ് ഒരു എക്സാമ്പിൾ 16 നമ്മൾ നോക്കി, ഇനി അടുത്തത് 25 നമ്മൾ നോക്കുന്നത്. അപ്പൊ സെയിം മെത്തേഡിനെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യാണ്, 25 എന്ന് പറയുന്ന നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇതില് കണ്ടിന്യൂസ് ഡിവിഷൻ ബൈ 2 ആണ് പ്രോസസ് മെത്തേഡ്. അപ്പൊ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം 12 ആണ് വരുന്നത് അല്ലെ. 12 into 2 24 വരും അല്ലെ. 24 വരുമ്പോ നമുക്ക് അവിടെ എന്ത് കിട്ടി, റിമൈൻഡർ 1 കിട്ടി. ക്ലിയർ ആവുന്നില്ലേ? നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറയണേ. പറയുന്നതിൽ എന്തെങ്കിലും കുറച്ച് സ്പീഡ് ആണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയാം. അപ്പൊ നോക്കാം, 12 into 2 24 ആണ് വരേണ്ടത് ശരിക്കും, പക്ഷെ 25 ആണ്. അപ്പൊ 24 ആയതുകൊണ്ട് നമുക്ക് എന്ത് വന്നു, റിമൈൻഡർ ആയിട്ട് 1 വന്നു. ഇനി വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്, 2 കൊണ്ട് വീണ്ടും ഡിവൈഡ് ചെയ്യാണ്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6 വരും. 6 into 2 12, റിമൈൻഡർ ഇല്ല 0. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 3 into 2 6, റിമൈൻഡർ ഇല്ല 0. വീണ്ടും നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. ഇപ്പൊ നോക്കാം, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 1 വന്നു അല്ലെ. 1 into 2 2 വന്നു. അപ്പൊ ഇവിടെ എന്ത് വന്നു, നമുക്ക് അഗെയിൻ ഒരു റിമൈൻഡർ 1 വന്നു. അപ്പൊ ഏതുവരെ ഇത് നമ്മൾ റിപ്പീറ്റ് ചെയ്യണം, ഏറ്റവും എൻഡില് 1 എന്ന് പറയുന്ന എത്തുന്നത് വരെ, 1 എത്തുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം, ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ. ഇനി നമ്മൾ എവിടെ നിന്നാ നമ്പർ എടുക്കണ്ടേ, ഇവിടെ നിന്നാണ് തുടങ്ങണ്ടേ. ഇവിടെ ഇങ്ങോട്ട് എടുക്കരുതേ. നമ്പർ എടുക്കുന്ന സമയത്ത് നമ്മളെ കൺവേർഷൻ നമ്പർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ 25 ഇക്വാലന്റ് ആയിട്ടുള്ള ബൈനറി നമ്പർ എന്ന് പറയുന്നത് എന്താണ്, നമ്പർ എന്ന് പറയുന്നത് 1 1 0 0 1 ആണ് അതിന്റെ ആൻസർ. 1 1 0 0 1. ഓക്കെ. ഇതേ മോഡലിലാണ് ചോദ്യങ്ങൾ എപ്പോഴും വരാറുള്ളത്. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് പവർ പോയിന്റിലേക്ക് തന്നെ പോവാം. ഓക്കെ. അപ്പൊ നമ്മളെ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് കിട്ടി. 16ന്റെ ആൻസർ എന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് ചെയ്യുന്നത്, അഥവാ സപ്പോസ് സ്ക്രീൻ കാണുന്നില്ല എന്ന് വെച്ചിട്ട് ടൈപ്പ് ചെയ്ത് വെച്ചിരുന്നു. ഈ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു മിനിറ്റ്, ചാറ്റിൽ എന്തൊക്കെയോ മെസ്സേജസ് വന്നു. ഓക്കെ. അപ്പൊ നമ്മളെ ആൻസർ എന്ന് പറയുന്നത് ഡി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കൺവേർട്ട് ദ ഡെസിമൽ നമ്പർ 34 ടു ഇറ്റ്സ് ബൈനറി ഇക്വലന്റ്. സെയിം ക്വസ്റ്റ്യൻ തന്നെ, ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ നേരത്തെ ചോദിച്ചത് കുറച്ചൊരു മാറ്റം വരുത്തിയിട്ട് ചോദിച്ചു. 34 എന്ന് പറയുന്ന നമ്പറിന്റെ ബൈനറി ഇക്വലന്റ് ആണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതേ മെത്തേഡാണ്. എന്തായിരിക്കും ചെയ്യുന്നത്, നമ്മൾ 24നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു നമുക്ക് 17 കിട്ടി. അപ്പൊ 0 ആണ് റിമൈൻഡർ വരുന്നത്. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു 8. അപ്പൊ 8 പറയുമ്പോൾ 16 ആണ് വരേണ്ടത്. 8 into 2 16 ആണ്. അപ്പൊ റിമൈൻഡർ അവിടെ 1 വന്നു. വീണ്ടും 2 to 4, 4 into 2 8, റിമൈൻഡർ ഇല്ല 0. വീണ്ടും 2 into 2 4 0. അപ്പൊ നമ്മളെ നമ്പർ എന്ന് പറയുന്നത്, ഇക്വലന്റ് നമ്പർ എന്ന് പറയുന്നത് എന്താണ്, 1 0 0 0 1 0. ഓക്കെ. ഇതാണ് നമ്മളെ ബൈനറി കൺവേർഷൻസ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതേ രീതിയിൽ ഒന്ന് ഇട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ എക്സാമിന് ഈസി ആയിരിക്കും. ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് വേറൊരു ക്വസ്റ്റ്യൻ, ഇതിൽ തന്നെ വരുന്ന വേറൊരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, കൺവേർട്ട് ദ ബൈനറി നമ്പർ 10101 ടു ഇറ്റ്സ് ഡെസിമൽ ഇക്വലന്റ്. ഇപ്പൊ നോക്കാം, ബൈനറി നമ്പർ ആണ് ഇപ്പൊ തന്നിരിക്കുന്നത്. ബൈനറി നമ്പറിനെ അതിന്റെ ഇക്വലന്റ് ആയിട്ടുള്ള ഡെസിമലിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? അപ്പോൾ
എന്താ വെച്ചാൽ നമ്മളിപ്പോ ഇല്ലേ ഒരു കാൽക്കുലേറ്റർ എടുത്ത് ചെയ്യുകയാണെങ്കിൽ കാൽക്കുലേറ്റർ എടുത്ത് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ 4+4 എന്നിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിന്റെ ഉള്ളിൽ എന്ത് പ്രോസസ്സിംഗ് നടക്കും എന്ന് പറഞ്ഞാൽ ആ 4നെ അതിന്റെ ഇക്വാലന്റ് ആയിട്ടുള്ള ഒരു ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതേപോലെ തന്നെ അടുത്ത 4നെയും കൺവേർട്ട് ചെയ്യും. ആ രണ്ടും കൂടി കൺവേർട്ട് ചെയ്തിട്ട് ബൈനറി ആയിട്ട് തന്നെ അഡീഷൻ നടത്തും. എന്നിട്ട് അതിന്റെ റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ആ റിസൾട്ട് വീണ്ടും എന്ത് ചെയ്യാണ് അപ്പൊ കമ്പ്യൂട്ടർ അണ്ടർസ്റ്റാൻഡബിൾ ഫോർമാറ്റിലാണ്, ബൈനറിയിലാണ് നമുക്ക് കിട്ടിയ റിസൾട്ട്. അതിനെ വീണ്ടും എന്തിലേക്ക് മാറ്റും? ഡെസിമലിലേക്ക് മാറ്റും. അങ്ങനെയാണ് ശരിക്കും ഒരു പ്രോസസ്സിംഗ് നടക്കുന്നത്. നേരത്തെ ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ചോദ്യം. കൺവേർട്ട് ദ ബൈനറി നമ്പർ 1010 ടു ഇറ്റ്സ് ബൈനറി ഡെസിമൽ ഇക്വലന്റ്. അപ്പൊ ഇത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. ഒരു മിനിറ്റ്. ബോർഡ് യൂസ് ചെയ്യാണ്. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 101001 ആയിരുന്നോ ക്വസ്റ്റ്യൻ? ഞാൻ മറന്നു കേട്ടോ. സപ്പോസ് ഇതാണെങ്കിൽ ക്വസ്റ്റ്യൻ സപ്പോസ് ഞാനിപ്പോ ഓർക്കില്ല. ഒരു മിനിറ്റ്. ഓക്കെ, 101001 ആണ് നമ്മളെ ക്വസ്റ്റ്യൻ. ഈ ഒരു നമ്പറിന് ഇതൊരു ബൈനറി നമ്പർ ആണ്. ഈ ബൈനറി നമ്പർ നമുക്ക് എന്തായിട്ടാണ് ചെയ്യേണ്ടത്? അതിന്റെ ഇക്വാലന്റ് ആയിട്ടുള്ള ഡെസിമൽ നമ്പറിലേക്കാണ് നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഈ നമ്പറിനെ ഡെസിമൽ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ പൊസിഷണൽ വാല്യൂ ആണ് നമ്മൾ എടുക്കുക. അതായത് ഈ 1 എന്ന് പറയുന്ന പൊസിഷന് ഒരു വാല്യൂ ഉണ്ട്. ആ പൊസിഷനിലുള്ള വാല്യൂ ആണ് 2⁻0. അതിനിപ്പോ ഇതിപ്പോ ആലോചിക്കാൻ 2⁻0 ആണ്. നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരാൻ പാടില്ല. എന്ന് വെച്ചാൽ ഇപ്പൊ നോർമലി നമ്മൾ എഴുതാണ് 72 എന്ന് എഴുതുകയാണെങ്കിൽ ശരിക്കും 2ന്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ 10⁻0 ആണ്. അതേമാതിരി 7 എന്ന് പറഞ്ഞാൽ 10⁻1 ആണ് അല്ലെ? ഒക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ നോക്കുന്നതാണ്. അതേപോലെ തന്നെയാണ് ഈ ബൈനറി നമ്പറിൽ 2 ഡിജിറ്റ് മാത്രമേ ഉള്ളൂ. അതിന്റെ ബേസ് 2 ആണെന്ന് നമുക്കറിയാം. അപ്പൊ 2⁻0 ആണ്. ഇവിടെ 2⁻1 ആണ്, 2⁻2, 2⁻3, 2⁻4. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം? 1 × 2⁻4. 1 × 2⁻4 എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ? 16 ആണ് അല്ലെ? 16 ആണ് ആൻസർ. ഇനി 0 × 2⁻3 അത് ചെയ്യണോ? 0 കൊണ്ട് ഏതൊരു നമ്പറിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 0 എന്നാണ് വരുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു സ്റ്റെപ്പ് ഇവിടെ അവോയ്ഡ് ചെയ്യണം. അപ്പൊ PSCക്ക് നമ്മൾ ഏറ്റവും എത്രത്തോളം നമുക്ക് റെഡ്യൂസ് സമയം ഇതാക്കാൻ പറ്റുമെന്ന് നമ്മൾ നോക്കട്ടെ. അപ്പൊ ഇത് ഇവിടുന്ന് തന്നെ ഞാൻ വെട്ടാണ്. 0 മൾട്ടിപ്ലൈ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നോക്കാം, 1 × 2⁻2. 1 × 2⁻2 എന്ന് പറയുന്ന സമയത്ത് 4 വരും ഇവിടെ അല്ലെ? 1 × 2⁻2, 1 × 2⁻2 പറയുന്നത് 4, 4 × 1 0. ഇതൊന്നും ഇനി അതേമാതിരി ഇവിടെ 0 × 2⁻1 നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. അത് 0 എന്നായിട്ട് പോകും. അതേമാതിരി ഇനി 1 × 2⁻0. 2⁻0 എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതൊരു നമ്പറിന്റെയും പവർ 0 വന്നാൽ അത് 1ന് ഇക്വലന്റ് ആണ്. അത് നമുക്കറിയാം. അപ്പൊ ഈ നമ്പർ +1 ഇവിടെ വരും. അപ്പൊ ഇത് നമ്പർ എത്രയാണ്? 16 + 4 + 1, അതായത് 21 എന്ന് പറയുന്ന ആൻസർ നമുക്ക് കിട്ടും. ഇപ്പൊ ക്വസ്റ്റ്യനിൽ 101001 എന്ന് പറയുന്ന ഡെസിമൽ നമ്പറിന്റെ ഇക്വാലന്റ് ആയ ബൈനറി നമ്പറിന്റെ ഇക്വാലന്റ് ആയിട്ടുള്ള ഡെസിമൽ നമ്പർ ആണ് നമ്മുടെ ചോദ്യം. അപ്പൊ ഡെസിമൽ നമ്പറിനെ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ പവർ എടുത്താൽ മതി. നേരെ പവർ എടുത്താൽ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇതിന് ഇങ്ങനെയൊന്നും ചെയ്യാത്ത തന്നെ ഒരു ഈസി മെത്തേഡ് കൂടി ഉണ്ട്. അപ്പൊ ഇതാണ് അതിന്റെ ഒരു ട്രഡീഷണൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ സാധാരണ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതേ മെത്തേഡ്, ഇതേ സാധനം തന്നെ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വെക്കണം. അതായത് 10101 ആണ് നമ്മളെ നമ്പർ. ഈ നമ്പറിനെ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ നമ്മൾ 2ന്റെ ഇതൊന്ന് കാണാതെ പഠിച്ചു. അത് കാണാതെ പഠിക്കണമെന്ന് ആവശ്യമില്ല. ഈ ഒരു കാര്യം ഒന്ന് ഓർത്തു വെക്കാം. 2⁻0 1, 2⁻1 2, 2⁻2 4, 2⁻3 8, 2⁻4 16. ഇത്ര എഴുതി വെക്കാം. ഇനി നമുക്ക് ഇപ്പുറത്ത് ഇവിടെ ഒരു നമ്പർ കൂടി ഉണ്ടായിരുന്നെങ്കിലോ? 32 എന്ന് എഴുതേണ്ടി വന്നേനെ, 64 എന്ന് എഴുതേണ്ടി വന്നേനെ. അങ്ങനെ
ഈ ഒരു ഓർഡർ, ഈ ഒരു സീരീസ് ഒന്ന് കാണാതെ പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. 1, 2, 4, 8, 16, 32, 64 അങ്ങനെ ഓർഡറിൽ വരും. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി. ഇതിൽ സീറോ ഇത് ഇവിടെയായിട്ട് മൾട്ടിപ്ലിക്കേഷൻ ആണ് മൊത്തം വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ സീറോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത് വേണ്ട, 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതും വേണ്ട. ആകെ നമുക്ക് വേണ്ടത് എന്താണ്? ഇതില്ലല്ലോ, ക്വസ്റ്റ്യനിൽ ഇതില്ല. അപ്പൊ 16 × 1 16 + 4 + 1 21. നമുക്ക് ഈസി ആയിട്ട് ആൻസർ കിട്ടും. ഇങ്ങനെയും ചെയ്യാം. നമുക്ക് എക്സാമിനൊക്കെ നമ്മൾ ഈ ഒരു മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ ഒരു വേറെ രീതിയിൽ പഠിക്കുന്ന സമയത്തൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. അപ്പൊ ഇതാണ് ഒരു ബൈനറി നമ്പറിനെ ഇക്വാലന്റ് ആയിട്ടുള്ള ഡെസിമൽ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഇപ്പൊ 2 കൺവേർഷൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കിയത്. 2 കൺവേർഷൻസ്, ഒന്ന് ഒരു ഡെസിമൽ നമ്പർ തന്നാൽ അതിന്റെ ഇക്വാലന്റ് ആയിട്ടുള്ള ബൈനറി എങ്ങനെ കാണാം, അതേപോലെ ഒരു ബൈനറി നമ്പർ തന്നാൽ അതിന്റെ ഇക്വാലന്റ് ആയിട്ടുള്ള ഡെസിമൽ നമ്പർ എങ്ങനെ കണ്ടുപിടിക്കാം. ഇത്രയും 2 മെത്തേഡാണ് നമ്മൾ നോക്കിയത് കേട്ടോ. അപ്പൊ അതിന്റെ ആൻസർ 21 എന്ന് കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇനി നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായി വിചാരിക്കുന്നത്. കൺവേർട്ട് ദ ബൈനറി നമ്പർ 1101101 ടു ഇറ്റ്സ് ഡെസിമൽ ഇക്വാലന്റ്. അപ്പൊ ഞാൻ ഈസി മെത്തേഡിലാണ് ചെയ്തത്. ഇപ്പൊ ഈസി മെത്തേഡിലാകുമ്പോൾ ഞാൻ എങ്ങനെയാ പറഞ്ഞത്? 2:1 പറയുന്ന സമയത്ത് ഇവിടെ 1 ഇടണം, 2 ഇടണം, 1, 2, 4, 8, 16, 32 ഈ ഒരു ഓർഡറിൽ വേണം നമ്മൾ എഴുതാൻ. അപ്പൊ ഈ 0 × 2 നമുക്ക് കട്ട് ചെയ്യാം, 8 × 0 നമുക്ക് കട്ട് ചെയ്യാം. പിന്നെ ബാക്കിയുള്ളത് മാത്രം നോക്കിയാൽ മതി. അപ്പൊ 32 + 16 + 4 + 1 ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ആൻസർ 53 ആണ് ആൻസർ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു ചോദ്യം. One's complement of the number 1011 is. ഇത് PSCക്ക് ചോദിച്ച ചോദ്യമാണ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആണ് ചോദിച്ചത്. One's complement of the number 1011 is. അതായത് ഇപ്പം ഒരു നമ്പറിന്റെ വൺസ് കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ ഇതിപ്പോ വൺസ് കോംപ്ലിമെന്റിനെ പറ്റി ഒന്നും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. വൺസ് കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് നമ്മളെ കമ്പ്യൂട്ടറിൽ ഒരു നെഗറ്റീവ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വൺസ് കോംപ്ലിമെന്റ് മെത്തേഡ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ഒരു നെഗറ്റീവ് ആയിട്ട് ഇപ്പൊ നമുക്കാണെങ്കിൽ ഒരു സൈൻ ഇടാൻ പറ്റും അല്ലെ. നമ്മള് നോർമൽ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ സൈൻ ഇടാൻ പറ്റും. പക്ഷെ കമ്പ്യൂട്ടറിലാണെങ്കിൽ എന്താണ്, ആകെ സീറോസും വൺസും മാത്രമേ ഉള്ളൂ. അപ്പൊ അത് സിമ്പിൾ ഇടാനുള്ള ഒരു ഓപ്ഷൻ ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വൺസ് കോംപ്ലിമെന്റ് കാണുന്നതിന് കുറെ മെത്തേഡ്സ് ഉണ്ട്. ഒരുപാട് 3-4 മെത്തേഡ്സ് ഉണ്ട്. അത് ഒരു നെഗറ്റീവ് നമ്പർ റെപ്രസെന്റ് ചെയ്യാൻ, നമ്മളെ കമ്പ്യൂട്ടറിൽ ഒരു നെഗറ്റീവ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യാൻ കുറെ മെത്തേഡ്സ് ഉണ്ട്. അപ്പൊ അതിലൊരു മെത്തേഡാണ് വൺസ് കോംപ്ലിമെന്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഒന്നുമില്ല, ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കണം. വൺസ് കോംപ്ലിമെന്റ് ഓഫ് എ നമ്പർ 1011 ഈസ് ഡാഷ് അങ്ങനെ ചോദിച്ചാൽ നമുക്ക് എന്താണ് വൺസ് കോംപ്ലിമെന്റ് എന്നൊന്നും അറിയേണ്ട ആവശ്യമില്ല, ഇതിന്റെ ആൻസർ എഴുതാം. അപ്പോ ഈസിയാണ്. ഒരു നമ്പറിന്റെ വൺസ് കോംപ്ലിമെന്റ് കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? all the zeros are replaced as 1 and 1 are replaced as zeros. ഒന്നുമില്ല, എല്ലാ 1 എന്നുള്ള വണ്ണുകളൊക്കെ എന്താക്കി മാറ്റുക? സീറോസ് ആക്കി മാറ്റുക. എല്ലാ സീറോസിനെയും എന്താക്കി മാറ്റുക? 1 ആക്കി മാറ്റുക. ഇത്ര ഉള്ളു ചെയ്യാം. ഇപ്പൊ കേൾക്കുമ്പോൾ നമ്മളേക്ക് വലിയ എന്തോ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ആണ്, പക്ഷെ ഈസിയാണ്. 1011 ആണ് നമ്മുടെ ചോദ്യമെങ്കിൽ ഈ 1 എന്ന് പറയുന്ന പൊസിഷനിൽ എന്താക്കുക? 0 ആക്കുക. സീറോന്റെ പൊസിഷനിലൊക്കെ എന്താക്കുക? 1 ആക്കുക. അപ്പൊ ഇതിന്റെ ആൻസർ പറയുന്നത് എന്താണ്? 0, 1, 0, 0 ആണ്. ക്ലിയർ ആണോ? ഒരു നമ്പറിന്റെ വൺസ് കോംപ്ലിമെന്റ് കാണാൻ ഇപ്പൊ ഞാൻ ജസ്റ്റ് വേറൊരു നമ്പർ തന്നാ നിങ്ങൾ പറയോ? 10110 എന്തായിരിക്കും വൺസ് കോംപ്ലിമെന്റ്? 10110. ജസ്റ്റ് ഒന്ന് ചാറ്റ് ചെയ്യാം അറിയുന്ന ആൾക്കാർക്ക്. നമ്മൾ ചോദ്യം എന്താ വെച്ചാൽ വൺസ് കോംപ്ലിമെന്റ് ഓഫ് 10110 ആണ്. ഓക്കെ, കറക്റ്റ് ആണ്. എന്താണ് വരുന്നത്? എല്ലാ സീറോസിനും നമ്മൾ 1 ആക്കി മാറ്റും. അപ്പൊ എന്താണ്? ആദ്യത്തെ പൊസിഷനിൽ 1 ആണ്, അപ്പൊ അത് 0 ആക്കാം. പിന്നെ 1 ആണ്, 0, 1, പിന്നെ 2 1 ആണ് വരുന്നത്. ആ പൊസിഷനിൽ നമ്മൾ എന്താക്കണം? 2 0 കൊടുക്കണം. പിന്നെ ഒരു 0 ഉള്ളത് അവിടെ എന്ത് കൊടുക്കണം? 1 കൊടുക്കണം. അപ്പൊ ഇതാണ് ഈ ഒരു നമ്പറിന്റെ വൺസ് കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്.
ഈസിയാണ്. എനിക്ക് അറിയില്ലെങ്കിൽ തെറ്റിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ വൺസ് കോംപ്ലിമെന്റ് ഓഫ് 10? ഇതൊക്കെ അവർ PSC നമ്മളെ തെറ്റിക്കാനായിട്ട് വേണ്ടി കൊടുക്കുന്നതാണ്. ഓക്കെ, വിചാരിക്കും 10 എന്ന് റീഡ് ചെയ്യും ശരിക്കും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ വൺസ് കോംപ്ലിമെന്റ് ഓഫ് 10 എന്ന് റീഡ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പക്ഷെ 10 അല്ലത് 10 എന്ന് പറയുന്ന ഒരു ബൈനറി നമ്പർ ആണ്. 10 എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിന് 2 എന്നാണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ഇത് 10 എന്നല്ല വായിക്കേണ്ടത്, 10 തന്നെ സെപ്പറേറ്റ് ഡിജിറ്റ് ആയിട്ടാണ് നമ്മൾ വായിക്കേണ്ടത്. 10 മിനിറ്റ് കൂടെ ഉള്ളേ. അപ്പൊ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ വൺസ് കോംപ്ലിമെന്റ് ഓഫ് 10? എന്തായിരിക്കും ആൻസർ? 0, 1. ഈസിയാണ്. ഇതിൽ ഓപ്ഷൻസ് കൊടുത്തതിൽ നമുക്ക് ഏതാണ് ഓപ്ഷൻ വരുന്നത്? ഫസ്റ്റ് എ ആണ് ഓപ്ഷൻ വരുന്നത് അല്ലെ? കറക്റ്റ് ആണ്. ഇനി ബൈനറി നമ്പർ ഓഫ് ദ ഡെസിമൽ നമ്പർ 15 ഈസ്. ബൈനറി നമ്പർ ഓഫ് ദ ഡെസിമൽ നമ്പർ 15 ഈസ്. അപ്പൊ എങ്ങനെയായിരിക്കും ചെയ്യേണ്ടത്? ഈ 15 എന്ന് പറയുന്ന ഡെസിമൽ നമ്പറിന്റെ ബൈനറി ഇക്വാലന്റ് ആണ് കാണേണ്ടത്. അപ്പൊ ഒരേ ചോദ്യം തന്നെ പല മെത്തേഡിൽ ചോദിച്ചുകൊണ്ട് ഇതേ ചോദ്യം തന്നെ വീണ്ടും ഞാൻ ഇവിടെ ഇട്ടതാണ്. കൺവേർട്ട് എന്ന് ചോദിക്കാം, കൺവേർട്ട് ഇക്വാലന്റ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് കണ്ട ചോദ്യം മാതിരി ചോദിക്കാം, ഇങ്ങനെയും ചോദിക്കാം. അപ്പൊ 15 എന്ന് പറയുന്ന നമ്പറിന്റെ ബൈനറി എങ്ങനെ നമ്മൾ കാണുന്നത്? കണ്ടിന്യൂസ് ഡിവിഷൻ ബൈ 2. 15 എന്ന് പറയുന്നത് ഇതിൽ ആൻസേഴ്സ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? 15 സ്റ്റാർട്ട് ചെയ്ത റെഡിയാണ്. 111 ആണ് ആൻസർ. ഇപ്പൊ 15 നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 15 ഡിവൈഡ് ബൈ 2 പറയുന്ന സമയത്ത് നമുക്ക് എന്താണ് 7 വരും. റിമൈൻഡർ 1. 7 വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ഡിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എന്ത് കിട്ടുന്നുണ്ട്? 1111 ആണ് നമ്മൾ ആൻസർ വരുന്നത്. ഇത്രയാണ് ഈ നമ്മളെ ബേസിക് നമ്പർ സിസ്റ്റംസും കൺവേർഷൻസും നമ്മൾ പഠിക്കുന്നത്. PSCക്ക് ചോദിക്കുന്ന ആ പോയിന്റ് ഓഫ് വ്യൂ, PSC പോയിന്റ് ഓഫ് വ്യൂ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. ഒരുവിധം ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഈ ഒരു ചോദ്യം തന്നെയാണ് കണ്ടിരിക്കുന്നത്. ഏതാണ്? ഈ ഒരു കൺവേർട്ട് ചെയ്യാനുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് ബൈനറിനെ ഡെസിമൽ ആക്കാനും ചോദിക്കും, ഡെസിമലിനെ ബൈനറി ആക്കാനും ചോദിക്കും. അങ്ങോട്ട് തിരിച്ചുള്ള ചോദ്യങ്ങൾ തന്നെയാണ് എപ്പോഴും കണ്ടിട്ടുള്ളത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടി ഡിസ്കസ് ചെയ്യാം. നോക്കാം. ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല ക്വസ്റ്റ്യൻസ് അല്ല കേട്ടോ, കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം. ദ നമ്പർ ഓഫ് ഫങ്ഷണൽ കീസ് ഇൻ എ കീബോർഡ്. ഇതാണ് ആൻസർ. നമ്പർ ഓഫ് ഫങ്ഷണൽ കീസ് ഇൻ എ കീബോർഡ്. എന്താ ഫങ്ഷണൽ കീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കീബോർഡിൽ തന്നെ അറിയാലേ, F1, F2, F12 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കീസ് ഇല്ലേ, അതിനാണ് എന്ത് പറയുന്നത്? ഫങ്ഷണൽ കീസ് എന്ന് പറയുന്നത്. അതിൽ എത്ര എണ്ണം ഉണ്ട്? ആൻസർ എന്താ? ആൻസർ എന്താണ്? 12 ആണ് കേട്ടോ ആൻസർ. 12. ഞാൻ അടുത്ത സ്ലൈഡിൽ എല്ലാത്തിന്റെയും ആൻസേഴ്സ് ഒന്നിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നോട്ട് കിട്ടുന്ന സമയത്ത് അത് ഉണ്ടാക്കിയ 12 ആണ് അതിന്റെ ആൻസർ. ഇനി ദ ടോപ്പ് മോസ്റ്റ് ബാർ ഇൻ എനി ആപ്ലിക്കേഷൻ വിൻഡോ is the dash which displays the name of the document or application. ഒരു ആപ്ലിക്കേഷന്റെയോ അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റിന്റെയോ നെയിം കാണിക്കുന്ന ബാർ ഏതാണ്, അല്ലെങ്കിൽ ആ ഒരു സെക്ഷന് എന്താണ് പറയുക? സ്റ്റാറ്റസ് ബാർ ആണോ, ടൂൾ ബാർ ആണോ, മെനു ബാർ ആണോ, ടൈറ്റിൽ ബാർ ആണോ? നമ്മൾ ആൻസർ എന്ന് പറയുന്നത് ടൈറ്റിൽ ബാർ. ടൈറ്റിൽ ബാറിലാണ് ഒരു വിൻഡോസിന്റെ ആണെങ്കിലും ആപ്ലിക്കേഷന്റെ ആണെങ്കിലും ഒക്കെ അതിന്റെ ഡീറ്റെയിൽസ്, നെയിം ഡിസ്പ്ലേ ചെയ്യുന്ന സെക്ഷന് നമ്മൾ ടൈറ്റിൽ ബാർ എന്നാണ് പറയുന്നത്. ഇനി അടുത്തത്, when the pointer is positioned on a dash, it is shaped like a hand. നമ്മൾ എപ്പോഴും എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളല്ലേ. നമ്മൾ ഏതെങ്കിലും ഒരു നമ്മൾ കേഴ്സർ മൂവ് ചെയ്യുന്ന സമയത്ത് എവിടെ എത്തുമ്പോഴാണ് അത് ഹാൻഡിന്റെ സിമ്പിളിലേക്ക് മാറുന്നതാണ്. ഒരു സ്ക്രീൻ ടിപ്പിലാണോ, ഹൈപ്പർ ലിങ്കിലാണോ, ഫോർമാറ്റിംഗ് എറർ ആണോ, നൺ ഓഫ് ദിസ് ആണ്. ആൻസർ എന്ന് പറയുന്നത് ഹൈപ്പർ ലിങ്ക് ആണ് കേട്ടോ ആൻസർ. വെൻ the pointer is positioned on a dash, it is shaped like a hand. ഒരു ഹാൻഡിന്റെ ഷേപ്പിലേക്ക് മാറുന്നത് എപ്പോഴാണ്? ഹൈപ്പർ ലിങ്ക്. എന്താ ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്നത്?
ലിങ്കിന് നമ്മളിപ്പോ ഏതെങ്കിലും ഇപ്പൊ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ വേറൊന്നിലേക്ക് ഒരു വെബ് പേജിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്നില്ലേ, അതിന്റെ മുകളിൽ നമ്മൾ പ്ലേസ് ചെയ്യുന്ന സമയത്താണ് അത് ഹാൻഡിന്റെ സിമ്പലിലേക്ക് മാറുന്നത്. നമുക്ക് എക്സാമിന് കാണുന്ന സമയത്ത് അറിയുന്നതായിരിക്കും, പക്ഷെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ് നോക്കാം. ദ കോപ്പി കട്ട് ഫീച്ചേഴ്സ് use keyboard shortcut key with the dash key and the keyboard letter. അതായത് കോപ്പി കട്ടൊക്കെ അടിക്കുന്ന സമയത്ത് നമ്മൾ ഇതിൽ ഏത് കീ ആണ് യൂസ് ചെയ്യുന്നത്, ഏത് കീന്റെ കൂടെയാണ് ആ ഷോർട്ട് കട്ട് കീ ഏത് കീ ആണ് യൂസ് ചെയ്യുന്നത് അറിയോ? അതൊക്കെ നമുക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. കൺട്രോൾ ആണ് ആൻസർ അല്ലെ. കോപ്പി അടിക്കുന്ന സമയത്ത് കൺട്രോൾ പ്ലസ് സി, അല്ലെങ്കിൽ കട്ടാണെങ്കിൽ കൺട്രോൾ പ്ലസ് എക്സ്, പേസ്റ്റ് ആണെങ്കിൽ പി, അങ്ങനെ നമുക്ക് വി ആണ്. പേസ്റ്റ് ചെയ്യാണെങ്കിൽ വി, കൺട്രോൾ പ്ലസ് വി. അപ്പൊ അങ്ങനെയുള്ള എല്ലാത്തിനെയും കൺട്രോൾ എന്ന് പറയുന്ന കീ നമ്മൾ പ്രസ് ചെയ്തതിന് ശേഷമാണ് അടുത്ത ഒരു ലെറ്റർ ഓർ കീ ഇതാക്കുന്നത്. അപ്പൊ അതിന്റെ ആൻസർ കൺട്രോൾ ആണ്. Then identify the one which is not a mouse operation. മൗസ് ഓപ്പറേഷൻ അല്ലാത്തത്. ഇത് നിങ്ങൾ സ്ക്രീനിൽ വരയ്ക്കരുതേ. ഓക്കെ, നോക്കാം. ക്ലിക്കിംഗ്, ഡ്രാഗിങ്, ഡ്രോയിങ്, നൺ ഓഫ് ദിസ്. ഇതിന്റെ ആൻസർ ഡ്രോയിങ് ആണ്. 5 മിനിറ്റ് കുറച്ച് സ്പീഡിൽ നമുക്ക് പോവാം. ഐഡന്റിഫൈ ദ വൺ വിച്ച് ഇസ് നോട്ട് എ മൗസ് ഓപ്പറേഷൻ. ക്ലിക്കിംഗ് ഒരു മൗസ് ഓപ്പറേഷൻ ആണ്. ഡ്രാഗ് ചെയ്യാ പറയുന്നത് മൗസ് ഓപ്പറേഷൻ ആണ്. ഡ്രോയിങ് എന്ന് പറയുന്നത് മൗസിന്റെ ഓപ്പറേഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, അത് ഫീച്ചർ ആയിട്ട് പറയാം. അപ്പൊ അതുകൊണ്ട് അതിന്റെ ആൻസർ ഡ്രോയിങ് ആണ്. ദ ബേസിക് യൂണിറ്റ് ഓഫ് എ വർക്ക്ഷീറ്റ്. The basic unit of a worksheet into which you enter data in Excel is called dash. നമ്മൾ എക്സലിലെ ഒരു ബേസിക് യൂണിറ്റ്, ആ ഇൻഡിവിജ്വൽ യൂണിറ്റിനല്ല, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ചതുരല്ലേ, അതിനെന്താണ് പറയാന്നുള്ളത്? ടാബ് എന്നാണോ, സെല്ല് എന്നാണോ, ബോക്സ് എന്നാണോ, റേഞ്ച് എന്നാണോ? ആൻസർ പറഞ്ഞാൽ സെല്ലാണ്. ഓരോ ഇൻഡിവിജ്വൽ യൂണിറ്റ്, ടാബ് അല്ല കേട്ടോ ആൻസർ. ആൻസർ പറഞ്ഞത് സെല്ലാണ്. ഓരോ ഇൻഡിവിജ്വൽ അറിയാം നമുക്ക് സെല്ലിലുള്ള മീൻസ് എക്സലിലുള്ള ഓരോ ചതുരക്കട്ടകളില്ലേ, അതിനെ പറയുന്ന പേര് സെല്ല് എന്നാണ്, ടാബ് അല്ല. അടുത്തത്, ദ അഡ്രസ് ഓഫ് ദ ഫസ്റ്റ് സെൽ ഇൻ എ വർക്ക്ഷീറ്റ് ഈസ്. ഒരു വർക്ക്ഷീറ്റിലെ ഫസ്റ്റ് സെല്ലിന്റെ അഡ്രസ് എന്തായിരിക്കും? അറിയാം, ഓരോ സെല്ല് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിനൊരു സ്പെസിഫൈഡ് അഡ്രസ് ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഫസ്റ്റ് സെല്ലിന്റെ അഡ്രസ് എന്ന് പറയുന്നത് ആൻസർ എന്താണ്? A1 ആണ്. ഫസ്റ്റ് സെല്ലിന്റെ ആൻസർ A1 ആണ്. A1, A2, A3 എന്ന് പറഞ്ഞിട്ട് പറയും. ഇപ്പൊ താഴത്തോട്ട് ഞെക്കുമ്പോൾ B1, B2, B3 അങ്ങനെയാ വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. When a computer suddenly stops working, it is said to be crashed, bugged, hanged, held up. ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊക്കെ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറെ സെക്ഷൻസ് പഠിച്ചിട്ട് ഇപ്പൊ നമ്മളിപ്പോ ഐടി ആൻഡ് സൈബർ ലോ ആണെങ്കിലും ഓരോ സെക്ഷൻസ് ആയിട്ട് പഠിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിന്റെ കൂടാതെ വരുന്ന ചോദ്യങ്ങളാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനത്തെ നമുക്കിപ്പോ ഒരു സബ്ജക്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റാത്ത കുറെ സെക്ഷൻസ് അത്. അപ്പൊ അങ്ങനെയുള്ളത്. അപ്പൊ എന്താ ഇതിന്റെ ആൻസർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാങ്ഡ് എന്നാണ്. നിങ്ങൾ പറയുന്നതാണ് ഹാങ് ആയി എന്നൊക്കെ പറയുന്നില്ലേ. അപ്പൊ കമ്പ്യൂട്ടർ സഡൻലി സ്റ്റോപ്പ് ആവുന്ന ആ സിറ്റുവേഷനെ പറയുന്ന പേരാണ് ഹാങ്ഡ്. ഇനി അടുത്തത്, ദ സ്മോളസ്റ്റ് യൂണിറ്റ് ഇൻ എ കമ്പ്യൂട്ടർ വിച്ച് റെപ്രസെന്റ് ഇൻഫർമേഷൻ ഈസ്. കമ്പ്യൂട്ടറിലെ ഡാറ്റാസ് റെപ്രസെന്റ് ചെയ്യുന്ന ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള യൂണിറ്റിന് ബൈറ്റ് ആണോ, ബിറ്റ് ആണോ, ക്യാരക്ടർ ആണോ, ഡിജിറ്റ് ആണോ? ഇതിൽ നമുക്ക് കൺഫ്യൂഷൻ വരും. ബൈറ്റ് ആണോ, ബിറ്റ് ആണോ? ബാക്കിയൊന്നും അല്ല എന്നുള്ളൊരു തോന്നലുണ്ടായിരിക്കും. പക്ഷെ ബൈറ്റ്, ബിറ്റ് നമ്മൾ എപ്പോഴും കൺഫ്യൂഷൻ ആക്കും ഏതാണെന്നുള്ളത് അല്ലെ. പക്ഷെ നമ്മൾ ആൻസർ പറഞ്ഞാൽ ബിറ്റ് ആണ്. ഒരു സ്മോളസ്റ്റ് യൂണിറ്റ് നമ്മൾ കമ്പ്യൂട്ടറിലുള്ള എൻ്റർ ചെയ്യുന്ന ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ് നമ്മൾ എന്തായിട്ടാണ് പറയുന്നത്? ബിറ്റ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, who is known as father of personal computer? ചാൾസ് ബബേജ്, ഹെൻറി എഡ്വാർഡ് റോബർട്ട്, അലൻ ട്യൂറിംഗ്. പേഴ്സണൽ കമ്പ്യൂട്ടർ ആണ് കേട്ടോ, PC. പേഴ്സണൽ കമ്പ്യൂട്ടറിന്റെ ഫാദർ ആയിട്ട് അറിയപ്പെടുന്നത് ഹെൻറി എഡ്വാർഡ് റോബർട്ട് ആണ്. ഹെൻറി എഡ്വാർഡ് റോബർട്ട് ആണ് പേഴ്സണൽ കമ്പ്യൂട്ടറിന്റെ ഫാദർ ആയിട്ട് പറയുന്നത്. ചാൾസ് ബബേജ് പറഞ്ഞ ഫാദർ ഓഫ് കമ്പ്യൂട്ടർ ചോദിച്ചാൽ ചാൾസ് ബബേജ് ആണ് ആൻസർ. ഫാദർ ഓഫ് മോഡേൺ കമ്പ്യൂട്ടിംഗ് ഓർ ഫാദർ ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആൻസർ പറഞ്ഞ അലൻ ട്യൂറിംഗ് ആണ്. ഓക്കെ, ഇത്രയാണ് ഇതിന്റെ ആൻസേഴ്സ്. ഞാൻ അപ്പുറത്തെ സ്ലൈഡിൽ ഇട്ടതാണ്. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മിനിറ്റ് കൂടെ ഉണ്ട്, ചോദിക്കാം. ക്ലാസ് കേട്ടവരൊക്കെ ജസ്റ്റ് ആ കൺവേർഷൻസ് ഒന്ന് എടുത്ത് ചെയ്ത് നോക്കാം, നമുക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളതൊന്ന്. നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ചെക്ക് ചെയ്യാം. ഈ രണ്ട് മെത്തേഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് ചെക്ക്